Welcome to Learnino. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സുവോളജിയിലെ എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പ്ലാൻസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ട് ഒരു മാർക്കാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാർക്ക് 10ൽ ഒരു മാർക്ക് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ എന്നുള്ള ഈ ഒരൊറ്റ ടോപ്പിക്കിൽ നിന്നാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ട് 2 ടോപ്പിക്കിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു മാർക്ക് ഉണ്ടാവുക. ഇത് പിന്നെ അങ്ങനെയല്ല, ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. നമുക്ക് നോക്കാം അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്? എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചിട്ടില്ല, പക്ഷെ വംശനാശം സംഭവിക്കാം എന്നുള്ള ഒരു വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളാണ് ഏതിൽ പെടുക? എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ പെടുക. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. പാന്തറ ലിയോപെരിക്ക, പൈത്തൺ മൊളറസ്, കെലോണിയ മൈഡസ്, പല്ലാസ് സൈബേറിയൻ ക്രെയിൻ. ഇതിൽ പൈത്തൺ മൊളറസ് ആണ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിൽ പെടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സീരിയസ് ത്രെറ്റ് ടു ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിക്ക് ഉള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ത്രെറ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. കോമ്പറ്റീഷൻ ഫ്രം എക്സോട്ടിക് സ്പീഷീസ്, കമേഴ്ഷ്യൽ ഹാർവെസ്റ്റിംഗ്, ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. നമ്മൾ ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷനും ഓവർ എക്സ്പ്ലോയിറ്റേഷനും എന്താണ് എക്സോട്ടിക് സ്പീഷീസ് എന്നൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അല്ലേ. ആ ഒരു പെർട്ടിക്കുലർ ഹാബിറ്ററ്റ് എടുക്കുന്ന സമയത്ത് അവിടെ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള കുറച്ച് സ്പീഷീസ് ഓൾറെഡി കാണും. അവരവിടെ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എക്സോട്ടിക് സ്പീഷീസ് അഥവാ ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ആ ഒരു ഹാബിറ്ററ്റിൽ വളരാത്ത വേറൊരു ടൈപ്പ് സ്പീഷീസ് ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന നാച്ചുറലി അവിടെ ഉള്ള സ്പീഷീസിന് അതൊരു ഭീഷണിയായിട്ട് മാറുകയാണ്. അപ്പം അങ്ങനെയുള്ള കോമ്പറ്റീഷൻ, എക്സോട്ടിക് സ്പീഷീസ് എന്നുള്ള കോമ്പറ്റീഷൻ, അത് കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ നടത്തുന്ന ഹാർവെസ്റ്റിംഗ്, ഹാബിറ്റാറ്റ്, ഒരു പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിനെ നശിപ്പിക്കുക, പിന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, നമ്മുടെ ആഗ്രഹത്തിനല്ലാതെ നമ്മുടെ അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് റിസോഴ്സസ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ബയോഡൈവേഴ്സിറ്റിക്കുള്ള സീരിയസ് ത്രെറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്? അത് ഹാബിറ്ററ്റ് ഡിസ്ട്രാക്ഷൻ ആണ്, ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ ആണ്. ഓപ്ഷൻ സി. തേർഡ് ക്വസ്റ്റ്യൻ, ഇനി ബയോസ്ഫിയർ റിസർവ് ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റി ഈസ് പെർമിറ്റഡ്. ബയോസ്ഫിയർ റിസർവിൽ ഹ്യൂമൻ ആക്ടിവിറ്റി പെർമിറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സോണിലാണ്? കോർ സോൺ, ബഫർ സോൺ, മാനിപ്പുലേഷൻ സോൺ, none of this. ഓപ്ഷൻ ബി ബഫർ സോൺ ആണ് അതിന് ആൻസർ. അതായത് ഈ ബയോസ്ഫിയർ റിസർവിനെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സോണായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സെന്ററിൽ ഒരു പർട്ടിക്കുലർ ഏരിയ, അതിനകത്തേക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയനെ പറയുന്ന പേരാണ് കോർ സോൺ. അതിനെ ചുറ്റി കിടക്കുന്നതാണ് ബഫർ സോൺ. അതിനെ ചുറ്റി കിടക്കുന്ന ഏരിയയാണ് മാനിപ്പുലേഷൻ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോർ സോൺ വരുന്ന സമയത്ത് കോർ സോണിൽ ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ ഒരു ഭാഗത്ത് ഹ്യൂമൻ ആക്ടിവിറ്റി ഒന്നും അങ്ങനെ പെർമിറ്റഡ് അല്ല. ഈ സെന്ററുള്ള ഭാഗത്ത് അവിടെ പ്രധാനമായിട്ട് ഈ പറയുന്ന നമ്മുടെ അനിമൽസിനെ കൺസേർവ് ചെയ്യും മറ്റൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഈ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്ന സമയത്ത് എന്താ, അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഈ പറയുന്ന പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ അനിമൽസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏരിയ ആണ്. പക്ഷെ അവിടെയുള്ള ട്രഡീഷണൽ ലൈഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അത് ഡിസ്റ്റർബ് ചെയ്യൂല. അപ്പോൾ ജീവികൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രീതിയിൽ ജീവികളും ജീവിക്കുന്നുണ്ട്. അവിടെയുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കോർ ഏരിയയിൽ അവർ അനുവദിക്കുന്നതല്ല. ഇനി തൊട്ടടുത്ത ഏരിയ ആണ് ബഫർ സോൺ. ബഫർ സോൺ എന്ന് പറയുമ്പോൾ ഈ ഹ്യൂമൻ ആക്ടിവിറ്റി കുറച്ചുകൂടെ പെർമിറ്റ് ചെയ്യും. അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്താണ് ഈ ഒരു ബഫർ സോണിൽ വെച്ചിട്ടാണ് നടക്കുന്നുണ്ടാവുക. പിന്നെ ഏറ്റവും പുറമെ പറയുമ്പോൾ കുറച്ചുകൂടെ ഹ്യൂമൻ ഇന്റർവെൻഷൻ കൂടുതലായിരിക്കും. അതാണ് മാനിപ്പുലേഷൻ സോൺ എന്ന് പറയുന്നത്. അവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ക്രോപ്പിംഗ്, ഫോറസ്ട്രി, സെറ്റിൽമെന്റ്സും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മാനിപ്പുലേഷൻ സോണിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ബയോസ്ഫിയർ റിസർവിലുള്ള 3 സോണുകൾ. അതിൽ ഹ്യൂമൻ ആക്ടിവിറ്റി പെർമിറ്റ് ചെയ്യുന്നത് ഏതിലാണ്? ബഫർ സോണിലാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ വൈൽഡ് ലൈഫ് ഹെൽപ്സ് ഇൻ. വൈൽഡ് ലൈഫ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? ബാലൻസ് ഓഫ് ജനറ്റിക് മേക്കപ്പ്, ബാലൻസ് ഓഫ് നേച്ചർ, ബാലൻസ് ഓഫ് ലൈഫ്, ബാലൻസ് ഓഫ് എവല്യൂഷൻ. ഓപ്ഷൻ ബി ബാലൻസ് ഓഫ് നേച്ചർ ആണ് വൈൽഡ് ലൈഫ് ഹെൽപ്പ് ചെയ്യുക. ഡാഷ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, ഓൾ എല്ലാം വരും അല്ലേ. എല്ലാം എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളതാണ്.
Sixth question. For what reason is the conservation of natural resources important? താഴെ തന്നിരിക്കുന്ന ഏത് റീസണിലാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസിന്റെ കൺസർവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ഓപ്ഷൻ എ, മെയിൻറ്റെയിനിങ് ദ എക്കോളജിക്കൽ പ്രോസസ്സസ്. ബി, ഡിസ്റ്റർബിംഗ് ദ എക്കോളജിക്കൽ ബാലൻസ്. സി, എക്സ്റ്റിങ്ഷൻ ഓഫ് ബയോളജിക്കൽ സ്പീഷീസ്. ഡി, ഡിസ്ട്രപ്ഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് ദ എൻവയോൺമെന്റ്. അപ്പോൾ ഇവിടെ നാച്ചുറൽ റിസോഴ്സസ് കൺസർവ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എ, അത് എക്കോളജിക്കൽ പ്രോസസ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. ദ മെറ്റീരിയൽസ് ഓർ സബ്സ്റ്റൻസസ്, അതായത് ബയോട്ടിക് ആൻഡ് എബയോട്ടിക്, ജീവനുള്ളവയും ജീവനില്ലാത്ത വസ്തുക്കളും, ഒക്കറിങ് നാച്ചുറലി ആൻഡ് വിത്തൗട്ട് ദ ആക്ഷൻസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് ആർ നോൺ ആസ് നാച്ചുറൽ റിസോഴ്സസ്. ഈ മെറ്റീരിയൽസ് നാച്ചുറലി അവിടെ ഉണ്ടാവുന്നുണ്ട് ആൻഡ് അവിടെ ഈ പറയുന്ന ഹ്യൂമൻ കൈൻഡിന്റെ ആക്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന പേരാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഈ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ്? ഫോർ ദി പ്രിസർവേഷൻ ഓഫ് ദി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് മെയിൻറ്റെയിനിങ് എക്കോളജിക്കൽ പ്രോസസ്സസ്. എക്കോളജിക്കൽ പ്രോസസ്സുകൾ ആ രീതിയിൽ നടക്കാനും ബയോഡൈവേഴ്സിറ്റിന്റെ പ്രിസർവേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഹ്യൂമൻ കൈൻഡിന്റെ ആക്ഷൻസ് ഒരുപാട് വരുന്ന സമയത്താണ് ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് തന്നെ തെറ്റിപ്പോകുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ. What are the species called whose number of individuals is greatly reduced to a critical level? അതായത് ഒരു പർട്ടിക്കുലർ ജീവിയുള്ള അതിൻ്റെ നോർമലി അതുള്ളൊരു നമ്പർ ഓഫ് ആ ഒരു ഓർഗാനിസംസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ലെവൽ പെട്ടെന്ന് ക്രിട്ടിക്കലി റെഡ്യൂസ് ചെയ്യണം. നമുക്കത് ഇനി അത് അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ വംശനാശമാണ്. ആ ഒരു സ്റ്റേജിൽ എത്തുന്ന ജീവികളെ പറയുന്ന പേരെന്താണ്? ഇൻഡിറ്റർമിനേറ്റ്, റെയർ, വൾണറബിൾ, എൻഡേഞ്ചേർഡ്. ഓപ്ഷൻ ഡി, എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നാണ് നമ്മൾ അവരെ പറയാം. ദോസ് സ്പീഷീസ് ഹൂസ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇസ് ഗ്രേറ്റ്ലി റെഡ്യൂസ് ടു ക്രിട്ടിക്കൽ ലെവൽ. അതായത് ആ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, ആ ഒരു സ്പീഷീസിന്റെ നമ്പർ ഒരുപാട് കുറയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്താ പറയാം? ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ, അവരെ വംശനാശം നേരിടാൻ സാധ്യതയുള്ള ജീവികളുടെ വിഭാഗത്തിൽ പെടും. അതിനെ പറയുന്ന പേരാണ് എന്ത്? എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്: ബ്രൗൺ സ്പൈഡർ മങ്കി, ബംഗാൾ ടൈഗർ, ഗംഗ റിവർ ഡോൾഫിൻ, ഇന്ത്യൻ റൈനോ, ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന ജീവികളെല്ലാം തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ടു സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആസ് വി മൂവ് അവേ ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾ? നമ്മൾ പറഞ്ഞു എർത്തിന് നമ്മൾ 3 സോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, 3 റീജിയൻ ഉണ്ട്. ഇക്വേറ്റർ തൊട്ട് ഇവിടെ കിടക്കുന്ന റീജിയൻ ആണ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന റീജിയൻസ് ആണ് ടെമ്പറേറ്റ് റീജിയൻസ് എന്ന് പറയുന്നത് അല്ലെ. മുകളിലും ടെമ്പറേറ്റ് റീജിയൻ ഉണ്ട്. ഈ ഒരു ഏരിയ ടെമ്പറേറ്റ് റീജിയൻ ആണ്. അത് കഴിഞ്ഞ് ഏറ്റവും മുകളിൽ പോൾസ് ഉള്ള പോളാർ റീജിയൻ എന്ന് പറയുന്നത് അല്ലെ. ഈ പറയുന്ന നടുക്കിൽ എന്ത് പറ്റും? കൂടുതൽ സൺലൈറ്റിന്റെ അവൈലബിലിറ്റി കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബയോഡൈവേഴ്സിറ്റി ഈ ഒരു ഭാഗത്ത് ഇക്വേറ്ററിന്റെ തൊട്ട് അപ്പുറത്തും പുറത്തുള്ള ഭാഗത്ത് എന്തായിരിക്കും? സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതലാണ്. കാരണം എന്താണ്? സൺലൈറ്റിന്റെ അവൈലബിലിറ്റി കൂടുതലാണ്. അപ്പൊ പ്ലാന്റ്സ് ഒക്കെ നന്നായി വളരും. ആ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അനിമൽസ് അതിനനുസരിച്ച് നല്ലോണം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇക്വേറ്ററിന്റെ അടുത്ത് കൂടുതലാണ്, അല്ലെങ്കിൽ ഇക്വേറ്ററിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഏരിയ പറയുന്ന പേരാണ് ട്രോപ്പിക്കൽ റീജിയൻ അഥവാ ട്രോപ്പിക്കൽസ് ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കൂടുതലായിരിക്കും. അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും സൺലൈറ്റിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരും. അപ്പോൾ എന്താവും? മുകളിലേക്ക് അതിന്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അതുപോലെ കുറയാണ് ചെയ്യുക. അപ്പോൾ ഡിക്രീസസ്. The diversity observed at the species level is known as species diversity. അല്ലെ, സ്പീഷീസ് ലെവലിലുള്ള ഡൈവേഴ്സിറ്റി ആണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇറ്റ് ഈസ് എ നമ്പർ ആൻഡ് അബണ്ടൻസ് ഓഫ് ഈച്ച് സ്പീഷീസ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരു പലതരം സ്പീഷീസിന്റെ ആ ഒരു നമ്പറാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A decrease in the diversity of species is observed while moving from equator towards the poles. Equator നിന്ന് പോൾസിലേക്ക് പോകുന്നതോറും എന്ത് സംഭവിക്കും? ഈ പറയുന്ന സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. 9th question. What is the protection and conservation of species in their natural habitat called? ഒരു നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിർത്തിക്കൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ അനിമൽസ് ആയാലും ആ പർട്ടിക്കുലർ പ്ലാന്റ്സ് ആയാലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു കൺസർവേഷന് പറയുന്ന പേരെന്താണ്? ഇൻ സിറ്റു കൺസർവേഷൻ, എക്സ് സിറ്റു കൺസർവേഷൻ, ഓഫ് സൈറ്റ് കൺസർവേഷൻ, നോ കൺസർവേഷൻ. അതിന്റെ പേരാണ്. അതിന്റെ അകത്ത് തന്നെ ഇൻ ദയർ നാച്ചുറൽ ഹാബിറ്ററ്റ് എന്ന് പറയുമ്പോൾ അതിനാണ് അകത്ത്. അപ്പൊ ഇന്നാണ്. അപ്പൊ ഇൻ സിറ്റു കൺസർവേഷൻ ആണ്. ഇനി ഔട്ട് ഓഫ് ദ നാച്ചുറൽ ഹാബിറ്ററ്റ് പറയുമ്പോൾ പുറത്ത് എക്സ് ആണ്. അപ്പൊ എക്സ് സിറ്റു കൺസർവേഷൻ ആണ് വരാണ് കേട്ടോ. അപ്പൊ നോക്കാം. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. The on-site or the protection and conservation of species in their natural habitat
അല്ലെ? അതായത് ജനറ്റിക് റിസോഴ്സ്, അതായത് ഈ പറഞ്ഞ സ്പീഷീസുകളിലെ അതിന്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് പോപ്പുലേഷൻ ഓഫ് പ്ലാന്റ്സ് ആയാലും അനിമൽ സ്പീഷീസ് ആയാലും കൺസർവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇൻസിറ്റു കൺസർവേഷൻ. അപ്പൊ ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടുന്നതായിരിക്കും ബയോസ്ഫിയർ റിസർവ് വരും, നാഷണൽ പാർക്ക് വരും, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് വരും. ഇതൊക്കെ ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾസ് ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഈ ഒരു 3-4 തന്നിട്ട് ഇതിൽ ഏതാണ് ഇൻസിറ്റു ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് എക്സിറ്റു ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് ഏതാന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. 10th question. In which approach do we protect and conserve the whole ecosystem to protect the endangered species? നമ്മൾ ഏത് അപ്രോച്ചാണ് എടുക്കേണ്ടത്? ഈ പറയുന്ന endangered species-ന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏത് മെഷറാണ് നമ്മൾ എടുക്കേണ്ടത്? എക്സിറ്റു കൺസർവേഷൻ ആണോ, ഓഫ് സൈറ്റ് കൺസർവേഷൻ ആണോ, നോ കൺസർവേഷൻ ആണോ, ഇൻസിറ്റു കൺസർവേഷൻ ആണോ? നമ്മൾ എൻഡേഞ്ചർഡ് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് ഇൻസിറ്റു കൺസർവേഷൻ. അതിന്റെ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ് മെത്തേഡ്. ദ ഓൺ സൈറ്റ് ഓർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് സ്പീഷീസ് ഇൻ ദ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ് എന്ത്? ഇൻസിറ്റു കൺസർവേഷൻ. അത് അനിമൽ സ്പീഷീസ് ആയാലും പ്ലാന്റ് സ്പീഷീസ് ആയാലും ആ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിനെ കൺസർവ് ചെയ്യുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇതില് വി കൺസർവ് ആൻഡ് പ്രൊട്ടക്ട് ദ ഹോൾ എക്കോസിസ്റ്റം ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻഡേഞ്ചർഡ് സ്പീഷീസ്. ഇതില് നമ്മൾ ഈ പറയുന്ന എൻഡേഞ്ചർഡ് സ്പീഷീസിന്റെ പ്രൊട്ടക്ട് ചെയ്യും, അവര് നിൽക്കുന്ന കംപ്ലീറ്റ് എക്കോസിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. 11. In which approach do we protect and conserve the animals that need urgent measures to save it from extinction? അതായത് ഇപ്പോൾ വംശനാശ ഭീഷണി സംഭവിക്കും എന്ന് നമുക്ക് തോന്നുന്ന ജീവികളെ നമ്മൾ ഏത് രീതിയിലാണ് കൺസർവ് ചെയ്യേണ്ടത്? ഇൻസിറ്റു കൺസർവേഷൻ, ഓൺസൈറ്റ് കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ, നോ കൺസർവേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള അർജന്റ് മെഷേഴ്സ് നമ്മൾ കൊടുക്കേണ്ട ജീവികളെ നമ്മൾ എക്സിറ്റു കൺസർവേഷനിൽ നമുക്ക് കൊണ്ടുപോകാം. അതായത് പർട്ടിക്കുലർ സൂലോ അങ്ങനെയൊക്കെ ആയിട്ട് അതിന് പർട്ടിക്കുലർ നല്ല രീതിയിൽ തന്നെ നോക്കി നമുക്ക് വേറൊരു ഏരിയയിലേക്ക് കൊണ്ടുപോകാം. ദ ഓഫ് സൈറ്റ് ഓർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് സ്പീഷീസ് ഔട്ട്സൈഡ് ദ നാച്ചുറൽ ഹാബിറ്ററ്റ് ആണ് എന്ത്? എക്സിറ്റു കൺസർവേഷൻ. ഇറ്റ് ഈസ് അപ്രോച്ച് ഇൻ വിച്ച് വി പ്രൊട്ടക്ട് ആൻഡ് കൺസർവ് ദ ആനിമൽസ് ദാറ്റ് നീഡ് അർജന്റ് മെഷേഴ്സ് ടു സേവ് ഇറ്റ് ഫ്രം എക്സ്റ്റിങ്ഷൻ. അതിന്റെ എക്സ്റ്റിങ്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അർജന്റ് മെഷേഴ്സ് നമ്മൾ കൊടുത്തിരിക്കണം ഇങ്ങനെയുള്ള ജീവികൾക്ക്. അതിന് നമ്മൾ എക്സിറ്റു കൺസർവേഷൻ പ്രിഫർ ചെയ്യാം. 12th question. Which of the following is an odd one? തന്നിരിക്കുന്നതിൽ odd one ആരാ? ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, നാഷണൽ പാർക്ക്. ഓപ്ഷൻ ഡി നാഷണൽ പാർക്ക് ആണ് odd one. നോക്കാം എന്താണ്. നാഷണൽ പാർക്ക് ഈസ് odd one out since it is an approach in in-situ conservation. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എന്താണ്? എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ ഇതൊന്ന് എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾസ് മനസ്സിലായല്ലോ. സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, വൈൽഡ് ലൈഫ് സഫാരി പാർക്സ്. The on-site or the protection and conservation of species in the natural habitat. Natural habitat നിർത്തിക്കൊണ്ട് തന്നെ കൺസർവ് ചെയ്യുന്നതാണ് എന്ത്? ഇൻസിറ്റു കൺസർവേഷൻ. 13th question. By which of the following techniques the gametes of threatened species are preserved in viable and fertile condition for long periods? കുറേ കാലത്തേക്ക് ഈ ത്രെട്ടൻഡ് ആയിട്ടുള്ള ഈ ജീവികളുടെ ഗാമേറ്റ്സ് ഒക്കെ സൂക്ഷിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് അങ്ങനെയുള്ള ജീവികളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ അതിൻ്റെ ഗാമേറ്റ്സ് നമ്മൾ സൂക്ഷിക്കുന്നത് ഇതിൽ ഏതിലാണ്, ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ, ക്രയോ പ്രിസർവേഷൻ ടെക്നിക്സ്, സുവോളജിക്കൽ പാർക്സ്, വൈൽഡ് സഫാരി പാർക്സ്. ഏതാണ്? നമ്മൾ ക്രയോ പ്രിസർവേഷൻ ടെക്നിക്കാണ് അതിന് ഉപയോഗിക്കുന്നത് അല്ലേ? ദ ടെക്നിക് ബൈ വിച്ച് ദ ഗാമേറ്റ്സ്, ഓർഗനൽസ്, സെൽസ്, ടിഷ്യൂസ് ഓർ എനി അതർ ബയോളജിക്കൽ കൺസ്ട്രക്ട് ഈസ് പ്രിസർവ്ഡ് ബൈ കൂളിംഗ് ദ സാമ്പിൾസ് ടു എ വെരി ലോ ടെമ്പറേച്ചർ. അതായത് ഗാമേറ്റ്സ് ആയാലും ഓർഗനൽസ് ആയാലും സെൽസ് ആയാലും ടിഷ്യൂസ് ആയാലും അങ്ങനെയുള്ള ഏതൊരു ബയോളജിക്കൽ കൺസ്ട്രക്റ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിസർവ് ചെയ്യാൻ പറ്റും. അതിനെ നന്നായി കൂൾ ചെയ്തിട്ടുണ്ട്, വെരി ലോ ടെമ്പറേച്ചർ നമ്മളത് കൂൾ ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. ആൻഡ് ദേ റിമെയിൻ ഇൻ വയബിൾ ആൻഡ് ഫെർട്ടൈൽ കണ്ടീഷൻ ഫോർ ലോങ് പീരിയഡ്. ഒരുപാട് കാലത്തേക്ക് അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഒന്നും നഷ്ടപ്പെടില്ല, നമുക്ക് ഒരുപാട് കാലത്തേക്ക് സൂക്ഷിക്കാനും പറ്റും. അതിനെ പറയുന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ത്രെട്ടൻഡ് സ്പീഷീസ്. അതായത് ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് നാളെ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതുന്ന ജീവിവർഗ്ഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെയൊക്കെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ പ്രധാനമായിട്ടും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. താങ്ക് യു.